നമസ്കാരം. കുംഭമേളയുടെ അവസാന ദിവസമായ ഇന്ന് കുംഭമേളയെ തകർക്കുന്നതിന് വേണ്ടി ഭീകര സംഘടനകൾ ഗൂഢാലോചനകൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും പല രീതിയിൽ മഹാകുംഭമേളയെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി അപകടങ്ങൾ സൃഷ്ടിക്കുകയും പിന്നീട് ഖലിസ്ഥാൻ ഭീകരർ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് വരുന്ന ഭക്തർ പങ്കെടുക്കുന്ന മഹാശിവരാത്രി ദിനമായ ഇന്നും അത്തരത്തിലുള്ള ആക്രമണ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കുലംകുത്തികൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും കുംഭമേള അതിന്റെ തനത് സ്വത്തുമുള്ള ഒരു പ്രതിഭാസമായി വേറിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കുംഭമേള നിർത്തിവയ്പ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബാഹ്യശക്തികൾ മനഃപൂർവ്വം തിക്കും തിരക്കും മറ്റു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാക്കുകയാണോ എന്നുള്ള സംശയം ഉയർന്നു വരികയും ചെയ്തിരുന്നു. കുംഭമേള കലക്കാൻ വിധ്വംസക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. സനാതന ധർമ്മത്തെ ഇടിച്ചു താഴ്ത്താൻ ഒരു ഗൂഢാലോചനയ്ക്കും കഴിയില്ല എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിട്ടുണ്ട്. കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിലും പരിസരങ്ങളിലും സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തുന്നവരെയും അജ്ഞാതരെയും നിരീക്ഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് കർശനമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് പ്രയാഗ്രാജിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസമായി സംഗമ തീരത്ത് നടന്നു വരുന്ന മഹാകുംഭമേള ഒരു ദിവസത്തിന് ശേഷം അവസാനിക്കുകയാണ്. 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ മഹാകുംഭമേള സൃഷ്ടിക്കുന്നത് നിരവധി റെക്കോർഡുകളാണ്. ജനുവരി 13-നാണ് മഹാകുംഭമേള ആരംഭിച്ചത്. മഹാകുംഭമേളയിലെ ഭക്തജന തിരക്ക് ഇതിനോടകം തന്നെ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. കുംഭമേളയുടെ അവസാന 7 ദിവസങ്ങളിൽ 1 കോടിയിലധികം ഭക്തർ എല്ലാ ദിവസവും ത്രിവേണി നദിയിൽ പുണ്യസ്നാനം നടത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ശരാശരി ഇതുവരെ 1.5 കോടി ഭക്തർ എല്ലാ ദിവസവും സംഗമത്തിൽ കുളിച്ചിട്ടുണ്ട്. ഭക്തരുടെ ഈ എണ്ണം തന്നെ ഒരു വലിയ റെക്കോർഡ് തന്നെയാണ്. ഇതുവരെ 64 കോടിയിലധികം ആളുകൾ പ്രയാഗ്രാജിൽ വന്ന് സംഗമത്തിൽ സ്നാനം ചെയ്തിട്ടുണ്ട്. മഹാശിവരാത്രിയിലെ അവസാന സ്നാന മഹോത്സവം വരെ ഭക്തരുടെ എണ്ണം 68 മുതൽ 70 കോടി വരെ ആയിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഫെബ്രുവരി 26, അതായത് ഇന്ന് മഹാശിവരാത്രി ദിനത്തിൽ അവസാനത്തെ കുംഭസ്നാനത്തിനായി ധാരാളം ഭക്തർ എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ മുതൽ ജില്ലാ ഭരണകൂടം വരെ എല്ലാവരും ജാഗ്രതയിലാണ്. ജനങ്ങളുടെ സുരക്ഷയ്ക്കും ക്രമീകരണങ്ങൾക്കുമായി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ ട്രെയിനുകൾക്കും ബസ്സുകൾക്കും പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും അധികാരികൾ അതീവ ജാഗ്രതയിലാണ്. പ്രധാന കേന്ദ്രങ്ങളിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചതായി മഹാകുംഭ് DIG വൈഭവ് കൃഷ്ണ അറിയിച്ചിട്ടുണ്ട്. അതിനു പുറമെ വാഹനങ്ങളുടെ സുഗമമായി പോകുന്നതിന് ഗതാഗതം വഴിതിരിച്ചു വിടാനുള്ള സ്ഥലങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കുംഭമേള മേഖലയുടെ പരിസരത്ത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ നിശ്ചിത സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ CRPF ഡയറക്ടർ ജനറൽ GP സിംഗ് നേരിട്ടെത്തി വിലയിരുത്തുന്നു. ഉത്തർപ്രദേശ് പോലീസ്, CRPF, മറ്റ് ഏജൻസികൾ എന്നിവരുടെ പ്രവർത്തനങ്ങളെ മികച്ചത് എന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു.